വെനസ്വേലൻ സൈനിക സാങ്കേതിക സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ അമേരിക്ക രഹസ്യ ആയുധം ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് വിവരം. എന്നാൽ ആ ആയുധത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അനുവാദമില്ലെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരു രാജ്യം ഇടപെടുമ്പോൾ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ അമേരിക്കയ്ക്ക് ബാധകമല്ലേ? ഏതാണ് ട്രംപിന്റെ ആ രഹസ്യ ആയുധം? ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ വെനസ്വേലയെ മാത്രം ബാധിക്കുന്നതല്ല. അത് ആഗോള സുരക്ഷാ സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ പ്രസക്തിയെയും തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു രാജ്യത്തിന്റെ വൈദ്യുതി, പ്രതിരോധം, ആശയവിനിമയ ശൃംഖലകൾ പ്രവർത്തനരഹിതമാക്കുന്ന രഹസ്യ ആയുധങ്ങളാണ് അമേരിക്ക ഉപയോഗിച്ചത്. ദി ഡിസ്കോം ബോംബുലേറ്റർ എന്ന പേരിൽ സൂചിപ്പിച്ച ഈ ആയുധത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തനിക്ക് അനുവാദമില്ലെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടമെന്നാണ് ഇക്കാര്യത്തിൽ ട്രംപിന്റെ ന്യായീകരണം. പക്ഷേ ദുർബല രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ആധുനിക സാമ്രാജ്യത്വത്തിന്റെ പുതിയ രൂപമെന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയ്ക്ക് പിന്നാലെ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കാർട്ടലുകളെ ലക്ഷ്യം വെച്ച് സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയും ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്കയുടെ ഇടപെടൽ നയം വീണ്ടും ലാറ്റിൻ അമേരിക്കയെ ലക്ഷ്യം വയ്ക്കുന്നെന്ന ആശങ്ക ഇതോടെ ശക്തമായി. വെനസ്വേലയ്ക്ക് റഷ്യൻ, ചൈനീസ് ആയുധങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒന്നും പ്രവർത്തിച്ചില്ല എന്ന ട്രംപിന്റെ അവകാശവാദം മറ്റൊരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അട്ടിമറിച്ചതിന്റെ പരോക്ഷമായ സമ്മതമായി കൂടിയാണ് വായിക്കപ്പെടുന്നത്. കാരക്കാസിലെ മിക്കവാറും എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തുവെന്ന അദ്ദേഹത്തിന്റെ പഴയ പരാമർശവും ചേർത്തു നോക്കുമ്പോൾ അമേരിക്ക നടത്തിയത് ഒരു സൈനിക ഓപ്പറേഷനേക്കാൾ വലിയ സൈബർ ഇലക്ട്രോണിക് ആക്രമണമാണ്. വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് കടത്തു തടയാൻ യുഎസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മഡൂറോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപിന്റെ നിലപാട് ചർച്ചകളിലേക്കല്ല, മറിച്ച് സൈനിക നീക്കത്തിലേക്കാണ് നീങ്ങിയത്. ഇത് അമേരിക്കയുടെ പതിവ് തന്ത്രമാണ്. ആദ്യം സംവാദത്തിന് ക്ഷണിക്കും, പിന്നെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കും, ഒടുവിൽ സൈനിക നീക്കത്തിലൂടെ പിടിച്ചെടുക്കും. കഴിഞ്ഞ ദശകങ്ങളിലുണ്ടായ ഭരണകൂട മാറ്റങ്ങളും ഉപരോധങ്ങളും അട്ടിമറികളും ഇതിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ്. മഡൂറോ പിടിയിലായതിനു ശേഷമുള്ള ആദ്യ US ആക്രമണം എന്ന നിലയിൽ കിഴക്കൻ പസഫിക്കിൽ നടന്ന ബോട്ടാക്രമണവും മയക്കുമരുന്ന് കടത്തെന്ന പേരിൽ നടത്തുന്ന സൈനിക നടപടികളും എത്രത്തോളം അതിരുവിടുന്നുവെന്നതിന്റെ ഉദാഹരണമാണ്. തെളിവുകളും അന്താരാഷ്ട്ര സമ്മതവും കൂടാതെ നടത്തുന്ന അമേരിക്കയുടെ ഇത്തരം ആക്രമണങ്ങൾ ആഗോള സമാധാനത്തിന് തന്നെ ഗുരുതരമായ വെല്ലുവിളിയായി മാറിയേക്കാം. യുദ്ധവും ഭീഷണിയും ഇപ്പോഴും അമേരിക്കൻ വിദേശ നയത്തിന്റെ പ്രധാന ഉപകരണങ്ങളാണെന്ന് ട്രംപ് തന്നെ തുറന്നു പറയുകയാണ്. ഏറ്റവും ഒടുവിൽ വെനസ്വേലയാണ് എങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേലും ഇതേ രീതി അമേരിക്ക പയറ്റിയേക്കും. അക്കാലം വിദൂരമല്ലെന്ന് മാത്രം.